ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് GCC കൺട്രീസിൽ ഒരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വരാമെന്നുള്ളതാണ്. സോ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയൊക്കെ സാലറി എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാസഞ്ചർ സർവീസും പിന്നെ അതുപോലെ തന്നെ റാമ്പിലെ ടീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ചാൻസസും കാര്യങ്ങളൊക്കെയാണ്. എക്സ്പെക്റ്റേഷനൊക്കെ എത്രത്തോളം രൂപയൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്തും പറയുന്നുണ്ട്, നാട്ടിലാണോ ഇവിടെയാണോ നല്ലതെന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺ ടു ദ വീഡിയോ. നാട്ടിലെ ഏവിയേഷൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. ഇപ്പോൾ നിങ്ങൾ ഏതൊരു എയർലൈനിലെ കോഴ്സുകൾ എടുത്ത് പഠിച്ചാൽ, ഇപ്പോൾ BB എടുത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പണ്ടൊരു 12 കൊല്ലം ഒരു 2012 കാലഘട്ടങ്ങളിലൊക്കെ ഏവിയേഷൻ പഠിക്കുമ്പോൾ +2 കഴിഞ്ഞ് ഒരുപാട് പേർക്കൊക്കെ ഗ്രൗണ്ട് സ്റ്റാഫിലൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊക്കെ മാറി ഇപ്പോൾ ഡിഗ്രി മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ ഗ്രൗണ്ട് സർവീസസ് ആണ് പറയുന്നത്. ഫോർ ക്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാബിൻ ക്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബെറ്റർ, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഓഫ് ചാൻസസ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം ഏവിയേഷനിലേക്ക് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡിഗ്രി എടുത്തിട്ട് ഏവിയേഷനിലുള്ള ഡിഗ്രി കോഴ്സസ് തന്നെ ഉണ്ടാവും, അത് എടുത്താലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഒരിക്കലും ഏവിയേഷൻ ഫീൽഡ് വരരുത്. കാരണം നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത് അതിൽ തന്നെയാണ്. ഒരുപാട് ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ നിങ്ങളോട് പറയും ഭയങ്കര പൈസ ആയിരിക്കും കിട്ടുന്നത്, 40,000 50,000 പ്ലസ് ഒക്കെ. അതൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെറും ചീപ്പസ്റ്റ് ആണ് വരും സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത്. മേ ബി ഒരു 15,000 രൂപക്കോ. നിങ്ങൾ ആദ്യമൊന്നും ചിലപ്പോൾ ഏവിയേഷനിലേക്ക് പെട്ടെന്ന് അവർക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ് ചിലപ്പോൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ഡെസ്കിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാക്ഡി പോലെ അല്ലെങ്കിൽ KFC പോലെ ഒരു റിസപ്ഷനിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ജോലിയൊക്കെ അങ്ങനെ ആയിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴും പെട്ടെന്ന് ഏവിയേഷനിലേക്ക് കിട്ടണം എന്ന് ചാൻസസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏവിയേഷൻ കോളേജായി ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇപ്പോൾ എത്ര കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നല്ല രീതിയിലുള്ള കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിലും ചില ടൈമിങ്ങിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഏവിയേഷനിലേക്ക് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പീരിയൻസ് ലൈസൻസുകൾ നേടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്തുകൾ ഏവിയേഷനിൽ ഉണ്ടാവും. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നാട്ടിലെ ഏവിയേഷൻ ഫീൽഡ് ഇൻഡസ്ട്രി ഇപ്പോഴും ഭയങ്കര ഡൗൺ ആണ്. പൈസ കൊണ്ട്, സ്റ്റാറ്റസ് കൊണ്ടൊക്കെ ഏറ്റവും അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വില ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതാണോ നിങ്ങൾക്ക് വേണ്ടത്, ക്യാഷ് ആണോ വേണ്ടത് തീരുമാനിക്കാം. ഭയങ്കരമായിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണെന്നൊക്കെയാണ് പലതും പറഞ്ഞിട്ടാണ് പലരും വരുന്നത് തന്നെ. ഇനി നിങ്ങൾക്ക് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ജോബും ഏവിയേഷനിലുണ്ട്. നിങ്ങൾ വരുന്ന ഒരു ഇതിൻ്റെ പ്രത്യേകത പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രൗണ്ട് സ്റ്റാഫിനെ പറ്റിയിട്ടാണ്. ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 തരമായിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നു. ഒന്ന് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ റാം സൈഡിലുള്ളത്. റാം സൈഡിൽ ഒരുപാട് ഗ്രൗണ്ട് സർവീസസ് വരുമെങ്കിലും ഞാൻ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ലോഡ് കൺട്രോളേഴ്സിനും ടേൺ അറൗണ്ട് കോർഡിനേറ്റേഴ്സിനും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ പാസഞ്ചർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെക്കിൽ നിങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ അറിയാവുന്ന പാസഞ്ചർ സൈഡ് ടീമിനെ പറ്റിയിട്ടായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നാട്ടിലൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഏവിയേഷൻ ഫീൽഡ് പഠിച്ച ഒരുപാട് പേരുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഓഫീസിലും പിന്നെ പല പല ഹോട്ടൽസുകളിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടും KFCയിലും മാക്ഡിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട് എന്നുള്ള പേരും പറഞ്ഞാൽ അവർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലോഞ്ചസിലൊക്കെ ആയിരിക്കാം ഫസ്റ്റ് നിങ്ങൾ കയറുന്നത്. പക്ഷേ അപ്പോഴത്തോളം നിങ്ങൾ വിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ എയർപോർട്ടിൽ ജോലി ചെയ്യണം, നിങ്ങളവർ ഒരു 6 months 7 months ഒക്കെ അവിടെ കണ്ടിന്യൂതിന് ശേഷം പല പല എയർലൈൻസും, ഇപ്പോൾ ഇൻഡിഗോ, നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് എയർലൈൻസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ട്രൈ ചെയ്ത് വെക്കുക. ചിലപ്പോൾ കിട്ടണം എന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങളൊപ്പം മത്സരിക്കാനുണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളിനെക്കാട്ടും ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പോൾ GD പോലത്തെ കാര്യങ്ങളൊക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതികളൊക്കെയായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസികളായിരിക്കാം. അപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്, ശമ്പളം കുറവാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് ആദ്യം എടുക്കാതിരിക്കും. അങ്ങനെ ഒരു ജസ്റ്റ്
ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലൊക്കെ കയറി കഴിഞ്ഞാൽ 1-2 വർഷമൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് GCC കൺട്രീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻ്റർനാഷണൽ എക്സ്പോഷറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 3 ഇരട്ടിയോളം നമുക്ക് ക്യാഷ് മിനിമം സാലറി നമുക്ക് ഏതൊരു GCC കൺട്രീസിലുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി ആയാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഒരു 20,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇവിടെ ഒരു മിനിമം ഒരു 60,000 എങ്കിലും പാസഞ്ചർ സർവീസിനൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി ഉണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ഡിപ്പെൻഡ് അപ്പാണ് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റാമ്പ് ഏജൻ്റായിട്ടാണ് ആദ്യം കയറുന്നത്, പിന്നെ നിങ്ങളൊരു ടേൺ അറൗണ്ട് കോർഡിനേറ്ററായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടേൺ അറൗണ്ട് കോർഡിനേറ്ററൊക്കെ നല്ല ഹൈ സാലറി ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ 12 വർഷമായിട്ടും ടേൺ അറൗണ്ട് കോർഡിനേറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടേൺ അറൗണ്ട് കോർഡിനേറ്ററിൽ തന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഡ്യൂട്ടി മാനേജേഴ്സ് ഉണ്ട്, പിന്നെ റാമ്പിൽ തന്നെ ഒരുപാട് റാമ്പ് മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വലുതായി പോകാം. GCC കൺട്രീസിലേക്ക് വന്നുള്ള ഏക ഗുണം എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. നാട്ടിൽ നിൽക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് നിൽക്കാം. പിന്നെ കുറേ കാലഘട്ടത്തോളം നമുക്ക് കംഫർട്ട് സോണിൽ ഇരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു 5 വർഷം 6 വർഷമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സൂപ്പർവൈസർ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു 7-8 വർഷം കൊണ്ട് ഡ്യൂട്ടി മാനേജർ ലെവലിലേക്കൊക്കെ നാട്ടിലൊക്കെ സിമ്പിളായിട്ട് എത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള പാക്കേജസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള പാക്കേജസ് കാര്യങ്ങളൊക്കെ നാട്ടിൽ ഒരു സൂപ്പർവൈസർ ലെവൽ അല്ലെങ്കിൽ ഡ്യൂട്ടി മാനേജർ ലെവലിലൊക്കെ എയർലൈൻ ഫീൽഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ എയർലൈൻ ഫീൽഡിൽ കിട്ടാവുന്ന ചാൻസസ് നാട്ടിൽ കൂടുതലാണ്. എയർലൈൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്സും ID ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ സ്പൈസ് ജെറ്റ് ആണെങ്കിലും എയർ ഏഷ്യ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ ഇൻഡിഗോ എയർലൈൻസ് ആണെങ്കിലും നമുക്ക് കിട്ടാനുള്ള ചാൻസസ് നാട്ടിലുള്ളവർക്ക് കൂടുതലായിരിക്കും. പറഞ്ഞ പോലെ സാലറി എന്നുള്ളൊരു ഒരു നോക്കുമ്പോൾ മാത്രം നാട്ടിൽ പ്രശ്നം നമുക്ക് വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ഏവിയേഷൻ ഫീൽഡ് GCCയിലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, GCCയിലാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, GCC ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എക്സ്പോഷറാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതൊരു GCC കൺട്രീസിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലുള്ള സാലറി പാക്കേജസ് അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാടാനും പുറത്തുനിന്ന് ഇപ്പോൾ വേറൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എമിറേറ്റ്സും എത്തിഹാദ് പോലെ തന്നെ എയർലൈൻസൊക്കെയാണ് നല്ല അടിപൊളി സാലറി പാക്കേജസ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഫസ്റ്റ് തന്നെ അവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുവൈറ്റ് എയർവേസോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ജസീറ എയർലൈൻസോ അല്ലെങ്കിൽ ഷാർജ ഏവിയേഷൻ സർവീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സാലറിയാണ് കൊടുക്കുന്നത്. പക്ഷേ നാട്ടിലെ ചില വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ എത്തിഹാദൊക്കെ എമിറേറ്റ്സ് പോലെ. അപ്പോൾ നമുക്ക് എത്തിഹാദ് എമിറേറ്റ്സിലേക്കും ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നാട്ടിലൊരു 2 വർഷം 1 വർഷമൊക്കെ എക്സ്പീരിയൻസ് നേടിയ ആൾക്കാർ ഡയറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് നോക്കാമെന്നുള്ളൊരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ്സിൽ അപ്ലൈ ചെയ്യാം. ഒരുപാട് പേരൊക്കെ ലിങ്ക്ഡിൻ ത്രൂ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഏജൻസികളിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന ഏജൻസി എങ്ങനെയാണ്, അവർ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരുപാട് നമ്മുടെ പിള്ളേരുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ബേസിക്കലി GCCയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഇപ്പോൾ ലോഡ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലൈസൻസുകളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പാസഞ്ചർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏത് എയർലൈനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട്. സോ അവർക്ക് വർക്ക് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഇനി +2 അതുപോലെ തന്നെ +2 കഴിഞ്ഞ് ഏവിയേഷൻ പഠിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏവിയേഷൻ വേണോ ഇല്ലേ എന്ന്. കാരണം ഏവിയേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോ കോസ്റ്റാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് സാലറി വളരെ രീതിയിൽ കുറവായിരിക്കും. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏവിയേഷൻ ജോബ്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ATCയിലാണെങ്കിൽ ഓക്കെയാണ്. ക്യാപ്റ്റൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സായിട്ടുള്ള ക്യാബിൻ ക്രൂസ്, പിന്നെ എൻജിനീയേഴ്സ്, AMEs അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു TRC ടേൺ അറൗണ്ട് കോർഡിനേറ്റർ തന്നെ ഞാൻ വീണ്ടും എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് പൊതുവേ ഗ്രൗണ്ട് സർവീസസ് ഏറ്റവും സാലറി വാങ്ങുന്ന ആൾക്കാർ. സോ ഒരു എയർക്രാഫ്റ്റ് ഡിസ്പാച്ചർ അല്ലെങ്കിൽ ഒരു ടേൺ അറൗണ്ട് കോർഡിനേറ്ററിന് ഒരു എത്തിഹാദിൽ ഒരു 3 lakh, below 3 lakh 2.8 lakh ഒക്കെ വരെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ മന്ത്ലിയാണ് പറയുന്നത്. സോ അത്രയുമൊക്കെയാണ് നമ്മൾ എയിം ചെയ്ത് വരുന്നത്. ഇപ്പോൾ ലോഡ് മാസ്റ്റേഴ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് മാസ്റ്റേഴ്സിനൊക്കെ ഒരു നമ്മുടെ നാട്ടിലൊരു ഫസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ ഒക്കെ പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 5 to 6 lakhs ഒക്കെ ലോഡ് മാസ്റ്റേഴ്സിനെ കിട്ടും. സോ ലോഡ് കൺട്രോളേഴ്സിനല്ല പറയുന്നത്, ലോഡ് കൺട്രോളേഴ്സിൻ്റെ എബോവിലുള്ള ആൾക്കാരാണ് ലോഡ് മാസ്റ്റേഴ്സ് ഒക്കെ എന്ന് പറയുന്നത്. ലോഡ് മാസ്റ്റേഴ്സ് ഒക്കെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ നല്ല കാലിബറും വേണം. ഇപ്പോൾ ഇവൻ നല്ല കാലിബറും നല്ല സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഡ് മാസ്റ്റർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം വളരെ ചുരുക്കം
കാർഗോ ഏവിയേഷൻ സെക്ടേഴ്സ് മാത്രമാണ് ഈ പറഞ്ഞ ലോഡ് മാസ്റ്റേഴ്സിനെയൊക്കെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ DHL, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എമിറേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെയുള്ള ലോഡ് മാസ്റ്റേഴ്സ് ഉള്ളൂ. സോ അത്രയും ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ലോഡ് മാസ്റ്റേഴ്സിൽ വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് സാലറി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ GCCയിലൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 50,000 മേലെയൊക്കെ ഈ പറഞ്ഞ പാസഞ്ചർ സർവീസ് ടീമുകൾക്ക് കിട്ടും. ഇനി വേറെ ഏവിയേഷനിൽ ഒരുപാട് വേറെ ഉണ്ട്. കാർഗോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ പറഞ്ഞ ചെക്ക് ഇൻ കൗണ്ടറിലിരിക്കുന്ന പാസഞ്ചർ സർവീസോ അല്ലെങ്കിൽ ലോഡ് കൺട്രോൾ ടീമോ ടേൺ അറൗണ്ട് കോർഡിനേറ്ററോ റാമ്പ് ഏജൻസോ മാത്രമല്ല, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, IT മേഖലകളുണ്ട്, ഒരുപാട് മേഖലകൾ നമ്മുടെ ഈ പറഞ്ഞ ഏവിയേഷനിലുണ്ട്. സോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ സേഫ്റ്റി ടീമുകളുണ്ട്, അഡ്മിൻ വർക്ക്സ് ചെയ്യുന്നവരുണ്ട്, അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ഏവിയേഷനിലില്ലാത്ത ഒരു ഫീൽഡ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഗ്രൗണ്ട് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിരുന്നത് ഈ പറഞ്ഞ പാസഞ്ചർ സർവീസും ഈ റാമ്പിലുള്ള ആൾക്കാരുമാണ്. സോ ബേസിക്കലി കോമൺ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പോകുന്നത് ആദ്യം ഒരു പാസഞ്ചർ സർവീസിലായിരിക്കാം, പിന്നെ ആയിരിക്കാം ഈ പറഞ്ഞ ലോഡ് കൺട്രോളിലും എല്ലാം വരുന്നത്. ഞാനും ആണെങ്കിൽ ഫസ്റ്റ് കയറിയത് പാസഞ്ചർ സർവീസിൽ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ലോഞ്ചിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ഓൺ ട്രൈ ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. GCCയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 1 to 2 years ഒക്കെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ പക്കയാണ്. നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഇവർ 2 വർഷത്തേക്ക് നോക്കുന്നുള്ളൂ. നിങ്ങൾ 10 വർഷം എക്സ്പീരിയൻസ് ചെയ്താലും നാട്ടിൽ വലിയ ഗുണമൊന്നുമില്ല. നാട്ടിലത്തെ 10 വർഷത്തേനോ 2 വർഷത്തേനെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ സെയിം ജോലി തന്നെയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകും. സോ ബേസിക്കലി നാട്ടിൽ ഇപ്പോൾ GCC കൺട്രീസിൽ വന്നാൽ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങോട്ട് കയറി പോരാം. 2 വർഷം കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഏജൻസി വഴികളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ സീനിയേഴ്സ് വന്ന രീതിയിൽ വെച്ച് നോക്കി പോവാം. സോ ഇത്രയുള്ള വീഡിയോ. ബൈ ഓൺ ദിസ് നെക്സ്റ്റ് വീഡിയോ. സീ യു.